ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസ്കവറി ക്രോണിക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്താ ഇങ്ങനെ ഒരു കണ്ണാടി പിടിച്ചിരിക്കണേന്ന്. പക്ഷേ ഇത് കണ്ണാടിയല്ല, ഇത് ക്ലോക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ പ്രൊജക്റ്റിന് ആദ്യം വേണ്ടത് ഒരു ക്ലോക്കാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലോക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലോക്കിനെയാണ് നമ്മൾ ഇനി ഇൻട്രോയിൽ കണ്ടതുപോലെയുള്ള ഒരു ക്ലോക്കാക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ക്ലോക്കിൻ്റെ ഗ്ലാസ് നമുക്ക് അഴിച്ചു മാറ്റണം. ഇത് അഴിച്ചു മാറ്റാനായിട്ട് ഇതിൻ്റെ ബാക്കിൽ കുറേ സ്ക്രൂകളുണ്ട്, അതെല്ലാം ഊരിയെടുക്കണം. അപ്പോൾ ഞാനൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് എല്ലാ സ്ക്രൂകളും ഊരിയെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്ക്രൂകളെല്ലാം ഊരിയെടുത്തു. ഇനി നമുക്ക് ഈ ഗ്ലാസിൻ്റെ മുകളിലുള്ള ഈ ഭാഗം ഇളക്കിയെടുക്കാം. അപ്പോൾ ഗ്ലാസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ക്ലോക്കിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ്. ഇനി ബാക്കിയുള്ള ഭാഗം കൂടി ഇളക്കിയെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ സൂചികളും ഇളക്കി മാറ്റണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ബാറ്ററി ഊരാണ്. ഇനി ഈ സൂചികൾ ഓരോന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഈ ഡയലിൽ നമുക്കൊരു റിഫ്ലക്റ്റീവ് ഷീറ്റ് ഒട്ടിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു റിഫ്ലക്റ്റീവ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ വണ്ടികളുടെയൊക്കെ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന കടകളിൽ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ക്ലോക്കിൻ്റെ ഡയലിൻ്റെ വട്ടത്തിൽ ഈ ഷീറ്റ് വെട്ടിയെടുക്കണം. അപ്പോൾ അത് ഞാനിങ്ങനെ ക്ലോക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ ചുറ്റുവട്ടം ഒരു മാർക്കർ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്ലോക്കിൽ ഈ ഷീറ്റ് ഇതുപോലെ ഒട്ടിക്കണം. ഒട്ടിക്കുന്നതിന് മുമ്പ് സെൻറ്ററിൽ ഒരു ഹോൾഡർ മറക്കരുത്. അപ്പോൾ നമ്മുടെ ക്ലോക്കിൽ ഞാൻ ആ റിഫ്ലക്റ്റീവ് ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു LED സ്ട്രാപ്പാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഈ LED സ്ട്രാപ്പ് നമ്മുടെ ക്ലോക്കിൻ്റെ ഡയലിൻ്റെ വശങ്ങളിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ മുഴുവനായിട്ടും ചുറ്റിയെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരറ്റത്തെ കണക്ഷൻ ഇതുപോലെ ക്ലോക്കിൻ്റെ സൈഡിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ക്ലോക്കിൻ്റെ പുറകിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്കിപ്പോൾ ക്ലോക്കിൻ്റെ ഡയലിൽ നമ്പറുകൾ ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ക്ലോക്കിൽ ഞാൻ ഇതുപോലെ അടിപൊളിയായിട്ട് നമ്പറുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന കടയിൽ നിന്ന് തന്നെ പ്രിൻ്റ് ചെയ്ത് മേടിച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ക്ലോക്കിൻ്റെ സൂചികൾ പഴയ പോലെ തിരിച്ചു വയ്ക്കാം. അതിനുശേഷം പുറകിൽ ബാറ്ററി ഇടാം. അപ്പോൾ നമ്മുടെ ക്ലോക്ക് പഴയ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ക്ലോക്കിൻ്റെ ഗ്ലാസ് തിരിച്ചു വെക്കണം. അതിന് മുമ്പ് ഇതിൽ നമ്മളൊരു ഹാഫ് റിഫ്ലക്റ്റീവ് ഷീറ്റ് ഒട്ടിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പകുതി പ്രകാശത്തെ കടത്തിവിടും, പകുതി പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ക്ലോക്കിൻ്റെ ഫ്രെയിം നമുക്ക് തിരിച്ചു വെക്കാം. ഇനി നമ്മൾ നേരത്തെ ഊരിയെടുത്ത സ്ക്രൂകളെല്ലാം പഴയ പോലെ തന്നെ തിരിച്ചിടാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ LED-ലേക്ക് ഒരു അഡാപ്റ്റർ വഴിയാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 12 വോൾട്ട് 1 ആംപിയർ അഡാപ്റ്ററാണ്. അപ്പോൾ ഇതേപോലെ ഒരു സോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ അഡാപ്റ്റർ നമ്മുടെ LED സ്ട്രിപ്പിലേക്ക് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം LED എന്നുള്ള കണക്ഷൻ ഈ സോക്കറ്റിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ സോക്കറ്റോടെ ഒട്ടിച്ചേക്കാണ്. കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ റെഡ് വയർ പോസിറ്റീവും അതുപോലെ ബ്ലാക്ക് വയർ നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് അഡാപ്റ്റർ ഇതിൽ കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മളുണ്ടാക്കിയ ക്ലോക്ക് ചുമരിൽ തൂക്കിയ ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇന്നത്തെ കണ്ണാടി ക്ലോക്കിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൺ ആക്കി വയ്ക്കുക.